ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം അവിൽ മിൽക്കാണ് റെഡിയാക്കുന്നത്. രണ്ട് രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഒന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലും ഒന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ അവിൽ മിൽക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അവിൽ മിൽക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം ഇതിലേക്കുള്ള അവിൽ വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് അവിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറുള്ള മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. വെള്ള കളറുള്ള അവിലെടുക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് എടുക്കാം. പക്ഷെ കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത് എനിക്ക് ഇതാണ്. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ ആവുന്ന സമയത്ത് എപ്പോഴും പൊരിയവിൽ വെച്ചിട്ടാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ശരിക്കും പൊരിയവിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അവിൽ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്നങ്ങ് വറുത്തെടുക്കണം. ഇത് കറക്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചു വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കടിച്ചു വെക്കുന്ന സമയത്ത് നല്ല കറുമുറാന്നിരിക്കണം. ആ ഒരു രീതിയിലായാലും ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരുപാട് വറുത്ത് കളർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു ക്രിസ്പി ആയി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മളിവിടെ 1 കപ്പ് അവിലെടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ 2 ഗ്ലാസ്സിലേക്കുള്ള അവിൽ മിൽക്ക് റെഡിയാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അവലിവിടെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ചൂടാറണം. അപ്പോൾ ആദ്യം തന്നെ ഇതങ്ങ് വറുത്ത് മാറ്റി വെക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് അവിൽ മിൽക്ക് റെഡിയാക്കുന്നത്. ഈ ഒരു അവിൽ മിൽക്കിനായിട്ട് ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും ചെറുപഴമായിരിക്കും അവിൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് നല്ലത്. സാധാരണ മൈസൂർ പൂവൻ പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ചെറിയൊരു പുളി മധുരത്തോട് കൂടിയിട്ടുള്ള ആ ഒരു പഴമായിരിക്കും നല്ലത്. അത് കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഞാലിപ്പൂവനാണ് എടുത്തിട്ടുള്ളത്. ഈ രീതിയിലുള്ള ചെറുപഴം തീരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം റോബസ്റ്റ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ആദ്യത്തെ രീതിയിലുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അവിൽ മിൽക്ക് റെഡിയാക്കാനായിട്ട് നല്ല പഴുത്തിട്ടുള്ള 2 ചെറുപഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വലിയ ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു 2 പഴം തന്നെ മതിയാകും. ഈ പഴം കൈകൊണ്ട് ചെറുതായിട്ട് നിങ്ങൾ മുറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നന്നായിട്ട് കുത്തി ഉടയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഉടച്ചെടുത്താലും മതി. ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ സമയത്ത് ഇതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഴത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റെഡിയാക്കി എടുത്തിട്ടുള്ള പഴം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ഈ അവിൽ മിൽക്ക് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ആ റെഡിയാക്കിയിട്ടുള്ള മൊത്തം പഴം ഞാൻ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1 കപ്പ് പാലാണ് എടുക്കുന്നത്. ഫ്രഷ് മിൽക്ക്, പശുവിൻ പാല്. അത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. തിളപ്പിച്ചിട്ടാണ് പാൽ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഡയറക്റ്റ് പാൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിരിക്കുന്ന പാൽ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. 1 കപ്പിൽ നിന്നും കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് ആ പഴവും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അവിൽ ഒരു 2-3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വറുത്തെടുത്തിട്ടുള്ള കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. കപ്പലണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ ബദാമോ അതൊക്കെ കയ്യിലുള്ളവർക്ക് അത് എടുക്കുക. ഇപ്പോൾ ഏറ്റവും കുറച്ചുകൂടെ ഈസി ആയിട്ട് നമ്മളെ കയ്യിൽ കപ്പലണ്ടി ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ 1 കപ്പ് പാൽ ഒഴിക്കുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഇട്ട് കൊടുക്കാം. അവിലും ഇതെല്ലാം ചേർത്തിട്ട് ഒന്നുകൂടെ ആ പഴവും പാലുമായിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും നമ്മൾ ചില സ്ഥലത്തൊക്കെ കാണുന്ന സമയത്ത് ഇതങ്ങനെ സെറ്റാക്കി നമുക്ക് ഓരോന്ന് ലെയർ ആയിട്ട് തരും. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് കഴിക്കും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സെക്ഷനും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള പാൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു അവിൽ മിൽക്ക് എന്ന് പറയുമ്പോൾ കുറച്ചൊരു വെള്ളം പോലെ ആയിരിക്കും. അതായത് പാല് ഒരുപാട് കട്ടിയൊന്നുമില്ല. ആ ഒരു പഴത്തിൻ്റെ ആ ഒരു കട്ടി അവിലും അതൊക്കെ വരുള്ളൂ. മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിൽ മിൽക്ക് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുകയാണെങ്കിലും എപ്പോഴാണോ കഴിക്കാൻ വേണ്ടി സമയമാവുന്നത് ആ സമയത്ത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പാലിൽ അവിലൊക്കെ കിടന്ന് കുതിർന്ന് പോയിട്ട് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. മിക്സ് ചെയ്യുക, അത് അപ്പോൾ തന്നെ സെർവ് ചെയ്യുക. അപ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഇനി നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീം കൂടെ ചേർക്കണം. ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിലാണ് നല്ല ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. നല്ല വാനില ഐസ്ക്രീമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 1-2 സ്കൂപ്പ് എത്രയാണോ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഭംഗിക്കായിട്ട് ഒരു ചെറി വെച്ച് കൊടുക്കാം. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അതുകൂടെ ഇട്ട് കൊടുക്കാനും കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. ഒരു ഇത്തിരി കപ്പലണ്ടി കൂടെ ആ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാനും ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള അവൽ മിൽക്ക് എന്ന് പറയുന്നത്. പഴവും പാലും അവലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഒരു ഇത്തിരി ഐസ്ക്രീം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും.
ഇനി രണ്ടാമത്തെ രീതിയിലുള്ള അവിൽ മിൽക്ക് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പഴം ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുക. ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുത്തിട്ടാണ് ഈ ഒരു രീതിയിലുള്ള ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിട്ടും കുറച്ചൊരു വെറൈറ്റി ആയിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രീസറിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ടയാക്കി എടുത്തിട്ടുള്ള പാലാണ്. ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി പാല് നല്ല കട്ടയാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ആ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു 1-1.5 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മൊത്തത്തിൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ചേർക്കുന്നില്ല. അപ്പോൾ പകരം ഈ ഒരു സമയത്ത് ഒരു ഇത്തിരി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്നങ്ങ് കറക്കിയെടുക്കുക. ഒരുപാട് അരിഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. പഴത്തിൻ്റെ ചെറിയ തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ, കുറച്ച് കടിക്കുന്നത് നല്ലതാണ്. അരച്ചെടുത്തിട്ടുള്ളത് ഞാനൊരു ഇത്തിരി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഒരു പകുതി ഭാഗം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 3-4 ടേബിൾ സ്പൂൺ വറുത്ത് വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഗ്ലാസ് എടുക്കുന്നത് ഏത് വലുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം അവൽ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അവൽ ഇതിലേക്ക് ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി ആദ്യം ചേർത്ത പോലെ തന്നെ അതൊരു ഇത്തിരി ഇട്ട് കൊടുക്കാം. ഒരു ഇത്തിരി ട്യൂട്ടി ഫ്രൂട്ടി കൂടെ ഭംഗിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് ഈ ഒരു അവിൽ മിൽക്ക് റെഡിയാക്കുന്നത്. ഇത് ശരിക്കും ഞാനിപ്പോൾ അടുത്തൊരു ദിവസം പുറത്ത് പോയിട്ട് കഴിച്ചിട്ടുള്ള ഒരു അവിൽ മിൽക്കിൻ്റെ ടേസ്റ്റ് ആണ് കേട്ടോ. അതിൽ ഉണ്ടായിട്ടുള്ള ചേരുവകളാണിത്. അപ്പോൾ ആ സമയത്ത് ഒന്ന് അന്വേഷിച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തോന്നിയിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലെക്സ്, നമ്മൾ സാധാരണ കോൺഫ്ലെക്സ് വാങ്ങിക്കുന്നുണ്ടല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള കോൺഫ്ലെക്സ്, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ കോൺഫ്ലെക്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ട് കുറച്ച്. ഇതുപോലത്തെ പാക്കറ്റിൽ വാങ്ങിക്കുന്നതാണ് ഈ ഒരു ചോക്കാപ്പിക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് കോൺഫ്ലെക്സ് എന്നൊക്കെ പറയുന്ന ഇത്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട. ഇടയ്ക്കൊന്ന് ഈ കോൺഫ്ലെക്സ് ഒക്കെ കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും ഒരു സ്പെഷ്യൽ അവിൽ മിൽക്കായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെതും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷമാണ് ബാക്കിയുള്ള ജ്യൂസിൻ്റെ മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മളിത് റെഡിയാക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ്, കോൺഫ്ലെക്സ് ഒക്കെ പെട്ടെന്ന് കുതിർന്നു പോകുക കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഴവും പാലും ഐസ്ക്രീമും കൂടെ അടിച്ചു വെച്ച ബാക്കി ജ്യൂസ് ഉണ്ടല്ലോ, അതുകൂടെ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഭംഗിക്കും കുറച്ചൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ ബൂസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബൂസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അടുത്ത് പുറത്ത് പോയപ്പോൾ കഴിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ അവിൽ മിൽക്ക് ആണെന്നുള്ളത്. അതിൽ ശരിക്കും ഒരു ബൂസ്റ്റ് ഉണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. 2 രീതിയിലുള്ളത് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണമെന്നൊന്നുമില്ല, കുറച്ചൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കൂടുതൽ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി പൊട്ടുകടലോ അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടി വറുത്തതോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കപ്പലണ്ടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടുകടല ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. ഇത് ശരിക്കും നമ്മൾ ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ശരിക്കും ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ കോൺഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താലും മതി. അത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ 2 രീതിയിലുള്ള അവിൽ മിൽക്കും സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം. അതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ മൊത്തത്തിൽ കുതിർന്നു പോയിട്ട് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഇപ്പം ഈ ഒരു 2 അവിൽ മിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ആദ്യത്തെ രീതിയിൽ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിൽ മിൽക്കാണ്, ഒരു ഇത്തിരി ഐസ്ക്രീം ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ രീതിയിൽ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ കോൺഫ്ലെക്സ് ഒക്കെ കയ്യിലുള്ളവർക്ക് കുറച്ചൊരു പുതുമയിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അവിൽ മിൽക്ക്. ഇതെന്ന് പറയുമ്പോൾ കുറച്ചൊരു റിച്ച് ആയിട്ടുള്ള അവൽ മിൽക്കാണ്. കോൺഫ്ലെക്സും അതുപോലെ തന്നെ ബൂസ്റ്റൊക്കെ വരുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ശരിക്കും നമുക്ക് സ്പെഷ്യലായിട്ടൊക്കെ ആർക്കെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ആ ഒരു കോൺഫ്ലെക്സ് ഒക്കെ ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതും കഴിക്കുന്ന സമയത്ത് മൊത്തത്തിലൊന്നങ്ങ് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു അവിലും പഴവും അതുപോലെ തന്നെ ഐസ്ക്രീമും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സൂപ്പർ ടേസ്റ്റിലേക്ക് കിട്ടുക. ഐസ്ക്രീമും എല്ലാം കൂടെ മിക്സായി വരുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു 2 രീതിയിലുള്ള അവിൽ മിൽക്കും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കഴിയുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. Thank you.